Hi everyone, this is Shafi Muhammed. Welcome to this new video. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കുന്നതിൽ ബിസിനസ് റൺ ചെയ്യുന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 ക്വാളിറ്റീസ് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റീസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബിസിനസ് റൺ ചെയ്ത് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഉള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പ്. അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന നല്ല എല്ലാ പ്രശ്നങ്ങളിലും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനുള്ള അവസരം ഉണ്ടാകും. ഒരു കംപ്ലയിൻറ്റ് കസ്റ്റമറുടെ അടുത്ത് വരുന്ന സമയത്ത് അത് കംപ്ലയിൻ്റ് അല്ല, മറിച്ച് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനും അദ്ദേഹത്തെ ഹാപ്പി ആക്കാനും ഉള്ളൊരു അവസരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സമൂഹത്തിൽ എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് അവർ നോക്കുന്നതാണ്. അതിനാദ്യം അവർ നോക്കുന്നത് പ്രശ്നങ്ങളിലോട്ടാണ്. എവിടെയാണ് പ്രശ്നങ്ങളുള്ളത്, എവിടെയാണ് പെയിൻ ഉള്ളത്, എവിടെയാണ് വേദനയുള്ളത്, അതിനുള്ള സൊല്യൂഷൻസ് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തോടു കൂടി കണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആറ്റിറ്റ്യൂഡിൽ എന്തോ പ്രശ്നങ്ങളെ ചാലഞ്ചസ് ആയിട്ട് കാണുന്നു, അതിൽ ഒരു എൻജോയ്മെൻറ്റ് ത്രില്ല് കണ്ടെത്തുന്നു, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവർ നിരന്തരം പൊരുതാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും അതിന് അവർ ഒരുങ്ങാൻ തയ്യാറാണ്. അതിന് എടുക്കേണ്ട റിസ്ക് മുഴുവൻ എടുക്കാൻ അവർ തയ്യാറാണ്. അപ്പോൾ ആ ഒരു റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി, പ്രശ്നങ്ങൾക്കിടയിലും ഓപ്പർച്യൂണിറ്റി കാണാനുള്ള ഒരു ചിന്താഗതി, ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് എല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബിസിനസ് റൺ ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ലീഡ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകും. പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ വരുന്ന അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറുള്ള വ്യക്തിയായിരിക്കും. ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നതാണ് പ്രശ്നങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. സക്സസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മാത്രം ഏറ്റെടുക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുഴുവൻ പരാതി പറഞ്ഞ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പരിധിയിൽ പഴിചാരുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ടാവുന്നതല്ല. ഇവർ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൂടിയിട്ട് പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു റോൾ മോഡലായിട്ട് ഇവർ നിൽക്കുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരൊരു ഡീലർ ഓഫ് ഹോപ്പാണ്. എ ലീഡർ ഈസ് എ ഡീലർ ഓഫ് ഹോപ്പ് എന്ന് പറയുക. ഇവരുടെ താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ടീമിന് എപ്പോഴും ഒരു ഹോപ്പ് കൊടുക്കുന്നവരായിരിക്കും, പ്രതീക്ഷ കൊടുക്കുന്നവർ. ഇവരുടെ കസ്റ്റമേഴ്സിന് ഒരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുന്നവരായിരിക്കും. ഒരു കസ്റ്റമേഴ്സ് എല്ലായ്പ്പോഴും ഒരു വൻ പ്രതീക്ഷയിലായിരിക്കും ഇവരുടെ പ്രോഡക്റ്റിനെ കാണുന്നത്. നമുക്ക് അടുത്ത ക്വാളിറ്റിയിലോട്ട് പോകാം. അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡാണ്, അതായത് സ്കില്ല്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏത് മേഖലയിലാണോ ഇവരുടെ കോർ സ്കില്ല് എന്നുള്ളത് ഇവർ കണ്ടെത്തുകയും ഇനി അതിനെന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് നടത്തേണ്ടതുണ്ടോ, ആ കോർ സ്കില്ല് നിരന്തരം ഇമ്പ്രൂവ് ചെയ്യാൻ ഇവർ തയ്യാറാണ്. അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടോ, അതിനുവേണ്ടി ഞാൻ പുതിയ കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ, അതിനുവേണ്ടി ഞാൻ പുതിയ അറിവ് സമ്പാദിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നിരന്തരം അന്വേഷിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലൂടെ സ്വന്തം കഴിവ് നിരന്തരം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന വായനയിലൂടെയും അതേപോലെ തന്നെ പരിശീലനങ്ങളിലൂടെയും ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുമായിട്ട് ഇടപഴകുന്നതിലൂടെയും ഒക്കെ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിലൂടെയൊക്കെ സ്വന്തം കഴിവ് വർദ്ധിപ്പിക്കാൻ ഇവർ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ്. നിരന്തരം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറുള്ള വ്യക്തികളായിരിക്കും ഇവർ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എല്ലാ ജോലിയും തയ്യാറുള്ളവരായിരിക്കില്ല, മറിച്ച് എനിക്ക് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ജോലി ഏതാണോ ഈ ബിസിനസ്സിൽ അത് കണ്ടെത്തിയിട്ട് ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ നല്ല കഴിവുള്ളവന്മാരെ കണ്ടെത്താൻ ഇവർ തയ്യാറാണ്. അതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കഴിവ് ഇവർ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള കഴിവുള്ള വ്യക്തികളെ കണ്ടെത്തിയിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവരിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കേപ്പബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സൂപ്പർവിഷൻ കപ്പാസിറ്റി ഇവർക്കുണ്ടാകും. ഇവർ നന്നായിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. അതായത് എനിക്ക് ചെയ്യാൻ കഴിയാത്ത ജോലി ഏതൊക്കെയാണോ അതൊക്കെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അതിനനുസരിച്ച് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കും ഇവർ. ഇവരുടെ മറ്റൊരു കഴിവെന്ന് പറയുന്നത് ലീഡിങ് സ്കില്ലാണ്. ഇവർക്ക് ടീമിനെ നയിക്കാനുള്ള കഴിവുണ്ടാവും. അതേപോലെ തന്നെ വിഷൻ കാണാനുള്ള കഴിവുണ്ടാവും ഇവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവരുടെ ഇത്തരത്തിലുള്ള കഴിവ് ഇവർ നിരന്തരം വർദ്ധിപ്പിച്ച് മുന്നോട്ട് വരുന്നതാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്കില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അസോസിയേഷനാണ്. അസോസിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള വ്യക്തികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ ഇവർ തയ്യാറായിരിക്കും. ഇവരുടെ ബിസിനസ്സിനെ മറ്റുള്ളവരുടെ ബിസിനസ്സുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ ഇവർ തയ്യാറായിരിക്കും. ഇവർ സോഷ്യലൈസിങ്ങിൽ വളരെ കഴിവുള്ളവരായിരിക്കും. മറ്റുള്ള വ്യക്തികളുമായിട്ട് സഹകരിച്ച് ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിരന്തരം ചിന്തിക്കുന്നവരായിരിക്കും. ഞാൻ തന്നെ മാത്രം മതി അല്ലെങ്കിൽ എനിക്ക് മാത്രം ഇത് റൺ ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ വിശ്വസിക്കുന്ന
ചെയ്യുന്നവരല്ല. ഇവർക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ സഹായം ചോദിക്കാൻ, ഈഗോ മാറ്റിവെച്ച് സഹായം ചോദിക്കാൻ തയ്യാറുള്ളവരായിരിക്കും ഇവർ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആത്മപരിശോധന നടത്തുക. നിങ്ങളുടെ ഈഗോ മാറ്റി വെച്ചിട്ട് സഹായം ആവശ്യമുണ്ടെങ്കിൽ, അസോസിയേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അസോസിയേറ്റ് ചെയ്യുക. മറ്റുള്ള വ്യക്തികളുമായിട്ട് ടൈപ്പിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പാർട്ട്നേഴ്സിനെ ക്ഷണിക്കാൻ ഇവർ തയ്യാറായിരിക്കും. ഇവർ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കാൻ തയ്യാറായിരിക്കും. ഈ ഇൻവെസ്റ്റേഴ്സിനെയും പാർട്ട്നേഴ്സിനെയൊക്കെ ഇവർ വിശ്വസിക്കാൻ കഴിവുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മെൻ്റൽ കപ്പാസിറ്റിയുള്ള, സ്ട്രോങ് ആയിട്ടുള്ള മനഃശക്തിയുള്ളവരായിരിക്കും, ധൈര്യമുള്ളവരായിരിക്കും ഇവർ. അപ്പോൾ നിങ്ങൾ ആത്മപരിശോധന നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക. നാലാമത്തെ ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആക്ഷനാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആക്ഷൻ, ഇവരുടെ വേർഡ്സും കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതായത് ഇവരൊരു വിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിരന്തരം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസീവ് ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാണ്. അവർ എന്താണോ വേണ്ടത് അത് ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കും. അതിനുവേണ്ടി അപ്ലൈ ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനും, അറിവ് വർദ്ധിപ്പിക്കാനും, ടീമിനെ ഡെവലപ്പ് ചെയ്യാനും, ആശയങ്ങൾ കൊണ്ടുവരാനും, ബിസിനസ് ആശയങ്ങൾ പുതിയതായിട്ടുള്ള രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നവരെ ഇവർ പ്രവൃത്തിയിലോട്ട് വരുമ്പോൾ ഇവരത് ചെയ്തിരിക്കും. ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കില്ല, ഞാൻ ആ ബിസിനസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണ്, അങ്ങനെ ചെയ്യുന്നതാണ്, അത്രയും നമ്മൾ ചെയ്യുന്നതാണ്. അതല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ട് ഇതിൽ ഇവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവർ ഇറങ്ങിയിട്ടുണ്ടാവും. ഇവർ ആ ബിസിനസ്സിൻ്റെ മുൻ നിരയിലുണ്ടാവും. ഇവർ ബിസിനസ്സിൻ്റെ പുറകെ നിന്നിട്ട് സ്റ്റാഫിനെ കൊണ്ട് നയിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല. ഇവർ ആ ബിസിനസ്സിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. അവരുടെ പ്രസൻസ് ആ ഒരു ബിസിനസ്സിൽ അറിയിക്കുന്നതാണ്. അവരുടെ സ്റ്റാഫിന് മാക്സിമം സപ്പോർട്ട് അവർ കൊടുക്കുന്നതാണ്. ഇവർ എന്തൊക്കെയാണോ ഈ പറഞ്ഞിരിക്കുന്ന അവരുടെ ടീമിന് പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് അവർ എത്തിച്ചു കൊടുക്കാൻ തയ്യാറാണ്. കസ്റ്റമേഴ്സിനോട് എന്താണോ പ്രോമിസ് ചെയ്യുന്നത് അത് അവർ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ആ ആക്ഷൻ അത് കാണാൻ പറ്റും. സർവീസിൻ്റെ കാര്യത്തിൽ ആ ഒരു ആക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ചെയ്യുന്നവരായിരിക്കും ഇവർ ഭയപ്പെട്ട് മാറി നിൽക്കുന്നവരായിരിക്കില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഇവർക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ആശയമുണ്ടോ, ക്രേസി ആയിട്ടുള്ള ഒരു ആശയമുണ്ടോ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആശയമുണ്ടോ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇവർ ഇറങ്ങിയിരിക്കും. ഇറങ്ങി തിരിച്ച് വിജയിച്ചിട്ടേ ഇവർ മടങ്ങുകയുള്ളൂ. ഈ ഒരു അടിസ്ഥാനപരമായിട്ട് ഈ 4 ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ് മേഖലയിൽ വിജയിക്കാനുള്ള പാതയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിരന്തരം അറിവ് നേടുക. ഷാഫി സ്പേസിൻ്റെ ഇനിയുമുള്ള ബിസിനസ് വീഡിയോകൾ വരുന്നുണ്ട്. ആ ബിസിനസ് വീഡിയോകൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അതിലൂടെ നിങ്ങൾ പഠിച്ച് മുന്നേറുക. നിങ്ങളും മികച്ചൊരു ബിസിനസ് മാനായിട്ട് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പിൻവാങ്ങുകയാണ്. എനിവേ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഉപകാരപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനലിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ നിങ്ങൾ ടാഗ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ, ആവശ്യമുള്ള സുഹൃത്തുക്കളെ ടാഗ് ചെയ്യുക. അങ്ങനെ ഇവർ ഈ വീഡിയോയെക്കുറിച്ച് അറിയാൻ ഇടയാവുകയും സ്വാഭാവികമായിട്ട് അവർക്ക് കൂടുതൽ പഠിക്കാൻ, മനസ്സിലാക്കാനും ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് അവർക്ക് ലഭിക്കുകയും പരിശീലനങ്ങളിലൂടെ അവർ വളർന്നു വരികയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഷാഫി സ്പേസിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇപ്പോൾ പിൻവാങ്ങുന്നു. സിസ്മി ഷാഫി മുഹമ്മദ്. സീ ലേറ്റർ. ബൈ. ടേക്ക് കെയർ. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ.